നീ ഒന്ന് ചെന്ന് പറഞ്ഞു നോക്ക്. യെസ് പറഞ്ഞാലോ? പോയി നോക്കാല്ലേ? കാർത്തിക്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞ? എനിക്ക് തന്നെ ഇഷ്ടമാണ്. ഇതിനിപ്പോ ഞാനെന്താ ചെയ്യണ്ടേ? തിരിച്ചിഷ്ടപ്പെടണോ? ശരി, നിന്റെ ആഗ്രഹം ഇപ്പൊ ഞാൻ നിന്നെ തിരിച്ചും സ്നേഹിക്കണം എന്നാണല്ലോ. നീ നിന്റെ അഡ്രസ് പറ. ഉറപ്പായിട്ടും എന്റെ സ്നേഹം നിനക്ക് കിട്ടിയിരിക്കും. അഡ്രസ് ഇല്ലാത്ത നീ എന്ത് ധൈര്യത്തിലാ എന്നെ വന്ന് പ്രപ്പോസ് ചെയ്തേ? കാർത്തിക് പ്ലീസ്, എനിക്ക് വേദനിക്കുന്നു. ഓ, എനിക്കറിയില്ലായിരുന്നു മാഡത്തിന് വേദന എടുക്കുന്നുണ്ടെന്ന്. പ്ലീസ് വിട്. എടാ, എനിക്ക് വേദനിക്കുന്നു. ഞാൻ ഈ കാര്യം പറഞ്ഞ് ഇതിൻ്റെ അടുത്തിട്ട് വരില്ല. പ്ലീസ്. ഈ കാര്യമല്ല, ഇനി നിന്നെ എന്റെ മുന്നിൽ പോലും കണ്ടുപോയേക്കല്ലേ. സ്വന്തമായിട്ട് ഒരു അഡ്രസ് പോലും ഇല്ലാത്തോട് ബന്ധം പുലർത്താൻ വന്നിരുന്നു. ജെസി, ജെസി, ആ വാ പോകാം. നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുക? ഒന്നുമില്ല, പോകാം. പരിഭവങ്ങൾ മറയുമോ? കരയിൽ വന്നു ചേരാൻ തിരമറന്നുവെന്നോ? വെറുതെ നിഴല് പോലൻ കൂടെ നീയും പോരുമോ? പ്രണയം സൗഹൃദത്തിൻ മുഖപടം ചൂടുമോ? എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാനെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഹേയ്, എനിക്ക് ഈ ദിവസം ഭയങ്കര സ്പെഷ്യലാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് ഞാൻ ഇത്രയും ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. താങ്ക് യു ഫോർ എവറിത്തിങ്. ഓ, ഇതിന് താങ്ക്സ് ഒക്കെയോ? സ്ഥലത്ത് എല്ലാവരും ഇറങ്ങിക്കോ. ഇനിയൊന്ന് പോയി നടുവ് നിർത്തണം. അതെ, സാധനങ്ങളൊക്കെ എടുക്കണം. പിന്നെ ഇറങ്ങി വരാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ജസിക്ക, ഡിക്കിയിൽ കുറച്ച് സാധനം ഇരിപ്പുണ്ട്, അതൊന്ന് എടുത്തേക്കാവോ? ഇതാക്കി. ഇപ്പോൾ എടുക്കാം. തൻ്റെ സ്പെഷ്യൽ ഡേയിലേക്ക് ഞങ്ങൾക്ക് വരാമോ? നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അന്ന പറഞ്ഞു കാണും. അന്നയൊന്നും പറഞ്ഞിട്ടില്ല. തൻ്റെ ID കാർഡ് മിസ്സായി പോയില്ലായിരുന്നു? അതാരാ എടുത്തോണ്ട് വന്നേ? ഓ, എന്നാലും ഒന്ന് പറയായിരുന്നു. എടോ, ഈടെ ഞങ്ങളങ്ങനെ സെലിബ്രേറ്റ് ഒന്നും ചെയ്യാറില്ല. എന്നാ ഇനി മുതൽ അങ്ങനെയല്ല.
എല്ലാ ബർത്ത്ഡേയും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. എന്താണോ നോക്കിക്ക് ജെസ്സിക്ക കരയുന്ന. കരയൊന്നും വേണ്ട, ഇതിപ്പോ ഒരു ഹാപ്പി മൊമെന്റ്സ് അല്ലേ. സോ സന്തോഷമായിട്ട് കേക്ക് കട്ട് ചെയ്യാം. ഒരു വിഷം മനസ്സിൽ വിചാരിക്കുക, എന്നിട്ട് കേക്ക് കട്ട് ചെയ്യാം. ലൈഫ് ലോങ് ഈ ഹാപ്പിനെസ് എൻ്റെ കൂടെ ഉണ്ടായാൽ മതി. താനെന്താ ഇവിടെ വന്നിരിക്കുന്നെ? ആർക്കും വരുന്നില്ലേ? ഇല്ല, തനിക്ക് ഈ പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസ് ഒക്കെ അല്ലേ ഇഷ്ടം? യെസ്. നീ തന്നെ നോക്ക്, ഈ നിലാവും ഒരു തണുത്ത കാറ്റും പിന്നെ ഈ വ്യൂവും എല്ലാം ഒരു പോസിറ്റീവ് വൈബ്. എനിക്കിതൊന്നും എൻജോയ് ചെയ്യാനുള്ള ടൈമേ കിട്ടിയിട്ടില്ല. അതെന്താ? ഞാൻ പറഞ്ഞില്ലേ, അവള് പോയ പിന്നെ വീട്ടിലെ കാര്യമൊക്കെ നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്കായി. അതുകൊണ്ട് പഠിത്തം കഴിഞ്ഞ് പെട്ടെന്നൊരു ജോലി കിട്ടി സെറ്റിലാവണം, അത്രമാത്രമേ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നുള്ളൂ. അതിനിടയ്ക്ക് വേറൊരു കാര്യത്തിലേക്കും ഫോക്കസ് ചെയ്യാനുള്ള ടൈമേ കിട്ടി. അപ്പോൾ മുമ്പ് എന്ത് ചെയ്യായിരുന്നു? മുമ്പ് ഞാനൊരു കമ്പനിയിലായിരുന്നു. ഈ കമ്പനിയിൽ നിന്ന് ഒരു നല്ല ഓഫർ വന്നപ്പോൾ ഇങ്ങോട്ടേക്ക് പോന്നു. ആക്ച്വലി ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്കാണ് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് ഇറങ്ങിപ്പോകുന്നത്. തനിക്കറിയോ, എൻ്റെ ഒരു ബർത്ത്ഡേ പോലും ഞാൻ ഇതുപോലെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. Why? എൻ്റെ എല്ലാ ബർത്ത്ഡേക്കും ഞാനും അന്നയും പിന്നെ ഞങ്ങളുടെ സിസ്റ്റർ ആൻറ്റിയും, അതല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തൻ്റെ പേരൻസ്? ഐ ആം ആൻ ഓർഫൺ. ഓർമ്മ വെച്ച കാലം മുതൽ എറണാകുളത്തെ കൊച്ചിയിലെ ഒരു ഓർഫണേജിലാണ് ഞാൻ. കൂട്ടിന് അന്നയും. അവിടെയുള്ള എല്ലാ സിസ്റ്റേഴ്സിനും തന്നെ ഞങ്ങളെ ഇഷ്ടമല്ലായിരുന്നു, സിസ്റ്റർ മരിയയ്ക്ക് ഒഴിച്ച്. ആളാണ് എന്നെ ചെറുപ്പം മുതൽ നോക്കിയിട്ടുള്ളത്. സിസ്റ്ററുടെ അടുത്ത് നിന്ന് മാത്രമേ സ്നേഹത്തിൻ്റെ വില എന്താണെന്നൊക്കെ ഞങ്ങൾക്കറിയാൻ പറ്റിയത്. എന്നേക്കാൾ 2 വയസ്സ് മൂത്തതാണ് അന്ന. അതുകൊണ്ട് ഞാൻ കരയുമ്പോഴോ എൻ്റെ മുഖം ഒന്ന് വാടുമ്പോഴോ ഓടി വരും അവൾ. അച്ഛനും അമ്മേനെയും ഒന്നും ഞാൻ കണ്ടിട്ടില്ല. സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എല്ലാ പിള്ളേരും ഒറ്റപ്പെടുത്തും. പലരും ആ ഡ്രസ്സ് ചോദിക്കും. ആദ്യമൊന്നും എനിക്കത് മനസ്സിലായിരുന്നില്ല. കുറച്ച് വലുതായപ്പം ആ ഡ്രസ്സിൻ്റെ വാല്യൂ മനസ്സിലായത്. അതുകൊണ്ട് സ്കൂൾ കാലം തൊട്ടേ എനിക്കെപ്പോഴും കൂട്ട അന്നയായിരുന്നു. എൻ്റെ എല്ലാ ബർത്ത്ഡേക്കും അന്നയും സിസ്റ്ററും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 2 വർഷം സ്കൂളിൽ പോയില്ല, ഞാൻ വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് +1 +2 കംപ്ലീറ്റ് ചെയ്തതാണ്. +1 വെച്ച് എനിക്കൊരു 1 സൈഡ് ലവ് ഉണ്ടായിരുന്നു. +2 എത്തിയപ്പോഴാണ് ഞാനത് പറയാൻ തീരുമാനിച്ചത്. പക്ഷേ അന്നും അതിക് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞ? എനിക്ക് തന്നെ ഇഷ്ടമാണ്. തിരിച്ചിഷ്ടപ്പെടണോ? ശരി, നിന്റെ ആഗ്രഹം ഇപ്പൊ ഞാൻ നിന്നെ തിരിച്ചും സ്നേഹിക്കണം എന്നാണല്ലോ. നീ നിന്റെ അഡ്രസ് പറ. ഉറപ്പായിട്ടും എന്റെ സ്നേഹം നമുക്ക് ഡ്രസ്സില്ലാത്ത നീ എന്ത് ധൈര്യത്തിലാണ് എന്നെ വന്ന് പ്രപ്പോസ് ചെയ്തത്? കാതി പ്ലീസ്, എനിക്ക് വേദനിക്കുന്നു. ഓ, എനിക്കറിയില്ലല്ലോ മാഡത്തിന് വേദനിക്കുന്നുണ്ടെന്ന്. പ്ലീസ് വിട്. എടാ, എനിക്ക് നീ വേദനിക്കുന്നു. നിന്നെ എന്റെ മുന്നിൽ പോലും കണ്ടുപോയിക്കല്ലേ. സ്വന്തമായിട്ട് ഒരു അഡ്രസ് പോലും ഇല്ലാത്തോടെ ബന്ധം പുറത്താൻ നിൽക്കണം. എന്തിനാ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത്? ഓർഫ
ഓർഫണായത് എൻ്റെ തെറ്റാണോ? ഉപകാരം ചെയ്തില്ലെങ്കിലും അവർക്കൊക്കെ ഉപദ്രവിക്കാതിരുന്നൂടെ? അഞ്ച് വർഷം മുന്നേ സിസ്റ്റർ മരിച്ചുപോയി. അതോടെ അവിടുത്തെ ജീവിതം വീണ്ടും കഷ്ടപ്പാടിലേക്ക് പോയി. അധിക നാൾ അവിടെ നിന്നില്ല, അവിടെ നിന്നിറങ്ങി. ഓരോ സ്ഥലങ്ങളിൽ പാത്രം കഴുകാനും ബാത്റൂം കഴുകാനും ഒക്കെ കയറിയിട്ട് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി. അവസാനം ഇവിടേക്ക് വന്നു. പിന്നെ ഉള്ളത് ഇവിടുത്തെ ജീവിതമായിരുന്നു. കുറച്ചെങ്കിലും സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിവിടെ വന്നപ്പോഴാണ്. പക്ഷേ ഇവിടെയും പലരും അവരുടെ അച്ഛനമ്മമാരുടെ കൂടെയൊക്കെ നടക്കുന്ന കാണുമ്പം എന്തിനായിരിക്കും അവരെന്നെ ഉപേക്ഷിച്ചത്? ആരാ എന്താന്ന് പോലും അറിയത്തില്ല. ഞാൻ ജനിച്ച പിന്നെ സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷിച്ചു. ഇതിനെല്ലാത്തിനും കാരണം നിങ്ങൾ രണ്ടുപേരുമാണ്. നിങ്ങളെ കണ്ടുകൊണ്ടില്ലായിരുന്നെങ്കിൽ കുറേയൊക്കെ നഷ്ടമായേനെ. കുറേ വർഷമായിട്ട് മനസ്സിൽ കൊണ്ടിടുന്ന ഭാരം ഇറക്കി വെച്ച ഫീല്. എനിക്കും ആഗ്രഹമുണ്ട് എല്ലാവരെ പോലെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും. പക്ഷേ എന്തിനു വേണ്ടി ജീവിക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. എനിക്ക് അവളും അവൾക്ക് ഞാനും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇതുവരെ. പക്ഷേ ഞാൻ ഹാപ്പിയാടോ. ഐ എം സോറി, എൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് തൻ്റെ മൂടും പോയില്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല. തനിക്ക് എപ്പോൾ വേണേലും എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാം. എന്ത് വിഷമമുണ്ടെങ്കിലും എൻ്റെ അടുത്ത് വന്ന് പറയാം. ഇനി ആരുമില്ല എന്നുള്ളൊരു തോന്നലൊന്നും വേണ്ട. ഞങ്ങളൊക്കെ ഇല്ലേ? I'm sorry ജീവ. ഞാൻ പോയി കിടക്കും. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഗുഡ് നൈറ്റ്. ആരടാ രാവിലെ തന്നെ കത്തിയിടിക്കുന്നേ? കത്തിയൊന്നുമല്ല, ചേട്ടൻ വരുന്നുണ്ട്. എപ്പോ? ഈവനിങ് ആവുമായിരിക്കും. ഓ, ആരാ വരുന്നേ? എന്റെ ഏട്ടനാ. ഓ, തനിക്ക് ഏട്ടനൊക്കെ ഉണ്ടോ? അല്ല, ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. ഏട്ടനും ഉണ്ട്, ഏട്ടന്റെ വൈഫും ഉണ്ട്. ജെസ്സി എഴുന്നേറ്റില്ലേ? ഇല്ല, അവൾ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. എടാ പാക്കരാ, നീ ഇത് നേരത്തെ അല്ല. മോനെ താഴെ ഇറങ്ങ, എനിക്കൊരു കുട്ടിയാവാറായി. എന്നിട്ട് നിന്റെ കുട്ടികൾ മാറിയിട്ടില്ല. അതിന് നിനക്കല്ലേ കുട്ടിയായത്, എനിക്കല്ലല്ലോ. ഏട്ടത്തി എടാ വരൂടാ. ഇവരൊക്കെ ആരാ? പരിചയപ്പെടുത്താൻ പറഞ്ഞു. ഇത് ജീവ, ഞാൻ പറഞ്ഞിട്ടില്ലേ? അത് അത് താനായിരുന്നോ? ഹലോ. ഹായ്. പിന്നെ ഇത് അന്ന, ഇത് ജെസ്സി. നിങ്ങളൊക്കെ എനിക്കറിയാം, പക്ഷെ നേരിട്ടുള്ള പരിചയമില്ല.
ഇത് ഏട്ടത്തി മീനാക്ഷി. ഓ ഹായ്. നീ എന്തിനാ പന്തം കൊണ്ട് പിടിച്ചഴിപ്പോ നോക്കണേ? ജീവ, എടാ നീ അവനെന്താ പറ്റി? അറിയില്ല. നിനക്കെന്താ പറ്റി? He's my brother. ഓ സീരിയസ്ലി? അപ്പൊ എടുത്തു പറയാനുള്ള ജീവൻ അതിതാണോ? ഓ വാട്ട് എ സർപ്രൈസ്. ഓ എടാ അളിയോ. ജീവ എന്താ പറ്റി? എടാ നിന്റെ ചേച്ചിയല്ലേ വന്നേക്കുന്നേ? പെട്ടെന്ന് കണ്ടപ്പം എന്തടാ? ജീവ, നിനക്കെന്നോട് ദേഷ്യമാണോ? ഞാനെന്തിനാ ദേഷിക്കുന്നത്? എടാ നീ എന്നെ ഒന്ന് നോക്ക്. ഓ മൈ ഗോഡ്, ഇമോഷണൽ അറ്റാക്ക്. പാക്കരാ എന്താ? ആ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. രണ്ട് പടി. അങ്ങനെ നീണ്ട വർഷങ്ങൾക്ക് ശേഷം കുടുംബങ്ങൾ ഒന്നു ചേരുകയാണ്, സുഹൃത്തുക്കളെ ഒന്നു ചേരുകയാണ്. ഇവിടെ നിന്റെ തലക്കുമില്ലാണ്ടിരിക്കോ കൊച്ചെ? നിനക്ക് പിന്നെ നേരേക്ക് കൂടെ ഞാനോ? യാട്ടോ അവക്കറിയില്ല, മിണ്ടാതിരി. നല്ല ചളവാക്കി കുളവാക്കി തരും. ഞങ്ങൾ വന്ന് 2 ദിവസമല്ലേ ആയുള്ളൂ, അപ്പോഴേക്കും നിനക്ക് പോണോടാ അല്ലയോ? പോവാതിരിക്കാൻ പറ്റില്ലടാ അളിയാ. വീട്ടില് ചെല്ലാൻ പറഞ്ഞ് നിർബന്ധിക്കണ്. അപ്പോ 2 ആഴ്ച പോയി നിന്നിട്ട് വരാം. 2 ആഴ്ച കൊണ്ട് വരുമോ? ഉറപ്പില്ല, ചിലപ്പോ അവര് വിടുന്ന പോലെ ഇരിക്കും. നീ വന്നിട്ട് വേണം നമ്മുടെ ചെക്കന്റെ കെട്ടൊക്കെ ഒന്ന് ഉറപ്പിക്കാൻ. അയ്യാടാ ഇതൊരു നാണം. എന്റെ പെങ്കുച്ചിനെ നന്നായിട്ട് നോക്കിക്കോണം. അടാ ആ അതെ, അങ്ങനെ തന്നെയാ. അത് ശരി. ഇപ്പൊ ചിരിക്കുന്ന ഈ ചിരികളുടെ മുഖത്ത് ലൈഫ് ലോങ് ഉണ്ടായിരിക്കണം. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓ കേട്ടു. ഓ എന്റെ കുട്ടി, നീ വന്നേ, ഞാൻ നിന്നെ ഒന്ന് ചേർത്ത് പിടിക്കട്ടെ. അതെ, ഓവറാക്കി ചളാക്കണ്ട. ഇതൊരു പബ്ലിക് പ്ലേസ് ആണ്. ഓ നോട്ടി ഗേൾ. ഒന്നുമില്ല, നീ വിഷമിക്കണ്ട, നമുക്ക് വീട്ടിൽ പറഞ്ഞ് ഓക്കെ ആക്കാം. എന്തായാലും നിന്റെ അടുത്ത് അവർക്ക് ദേഷ്യമൊന്നും ഉണ്ടാവില്ല. പറ്റുമെങ്കിൽ ഞാൻ അവരെയും കൂടി കൂട്ടിക്കൊണ്ടുവരാം. ഇനിയിപ്പോൾ അവർ മാത്രമായിട്ട് എന്തിനാ അവിടെ നിൽക്കുന്നത്? എനിക്കിപ്പോൾ യാത്ര ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് എനിക്കിപ്പോൾ നിൻ്റെ കൂടെ വരാൻ പറ്റാത്ത. ഇല്ലെങ്കിൽ ഞാനും വന്നേനെ. നീ ഒറ്റയ്ക്കോ? മനുഷ്യ നിങ്ങളും ഉണ്ടാവും. അപ്പോൾ എല്ലാവരോടും ബൈ പറയാം. ജീവ സംസാരിക്കുക. ഹലോ മാഡം, എന്താ പറ്റിയേ? ഒന്നുമില്ല. അപ്പോൾ ശരി, ഞാൻ പോവാ. ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴേക്കും തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ. എന്താ മുഖത്തൊരു തെളിച്ചില്ലാത്ത? നീ പറയേണ്ട രീതിയിൽ എന്റെ കൊച്ചിനോടൊന്ന് പറഞ്ഞു നോക്ക്. ഓ അപ്പൊ അതാണോ? ശരി.
ഈ ജീവയുടെ ജീവനായിട്ട് ജീവിക്കാൻ താങ്കൾക്ക് താല്പര്യമുണ്ടോ? അപ്പോ ഒരു ഹാപ്പി എൻഡിങ് ആയിരുന്നില്ലേ? ഇനിയിപ്പം എന്റെ മോൻ ചെല്ല്, ഇനി ലേറ്റ് ആയാലേ ഫ്ലൈറ്റ് പോകും.